വിശുദ്ധ സെഫാരിനോസ്. റോമിൽ ഹബുണ്ടിയൂസിൻ്റെ മകനായാണ് വിശുദ്ധ സെഫാരിനോസ് ജനിച്ചത്. ചരിത്രകാരന്മാരിൽ നിന്നും ലഭ്യമായ വിവരമനുസരിച്ച് ഖനിയിലെ അടിമജോലിയിൽ നിന്നും മോചിതനായതിനു ശേഷം സഭാപ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പിച്ച കാലിക്റ്റസിൽ സെഫാരിനോസ് ആശ്രയിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ക്രമേണ അദ്ദേഹം കാലിക്റ്റസിനെ ആർച്ച് ഡീക്കണാക്കുകയും സഭയുടെ അധികാരത്തിലുള്ള അപ്പിയൻ മാർഗത്തിലെ സെമിത്തേരിയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് നാനാവശങ്ങളിൽ നിന്നും മതവിരുദ്ധവാദം സഭയെ പിടിച്ചുലച്ചുകൊണ്ടിരുന്നു. എന്നാൽ സെഫാരിനോസ് ആകട്ടെ അപ്പസ്തോലന്മാർ മുന്നോട്ട് വച്ചിട്ടുള്ള പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും സഭയെ സംരക്ഷിക്കുകയും ചെയ്തു. സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട തിയോഡോട്ടസ് എന്നയാൾ യേശു ദൈവത്തിൻ്റെ യഥാർത്ഥ മകനല്ല എന്ന തൻ്റെ വാദം പ്രചരിപ്പിക്കുകയും കൂടാതെ സ്വന്തം സഭ സ്ഥാപിക്കുകയും ശമ്പളത്തിൽ ഒരു മെത്രാനെ നിയമിക്കുകയും ചെയ്തു. നദാലിയൂസ് എന്നായിരുന്നു ആ മെത്രാൻ്റെ നാമം. അതിനു മുമ്പായി സത്യദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം തുറന്നു പറഞ്ഞതിന് ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു നഥാലിയൂസ്. ഐതിഹ്യമനുസരിച്ച് തനിക്ക് വേണ്ടി സഹനമനുഭവിച്ച ആരും സഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് യേശു ആഗ്രഹിക്കാത്തതിനാൽ നഥാലിയൂസിനുണ്ടായ ഒരു ദർശനത്തിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെടുകയും തിയോഡോട്ടസിനോടൊപ്പം ചേർന്നതിൽ അദ്ദേഹത്തെ ഗുണദോഷിക്കുകയും ചെയ്തു. സത്യപ്രകാശം കണ്ട നഥാലിയൂസ് വിശുദ്ധ സെഫാരിയൂസിനോട് മാപ്പപേക്ഷിച്ചു. ആഴമായ അനുതാപം പ്രകടിപ്പിച്ച നഥാലിയൂസിനെ മെത്രാൻ സഭയിൽ തിരഞ്ഞെടുത്തു. ഇതിനിടെ പ്രാക്സിസ്, നോയിറ്റസ്, സെബല്ലിയൂസ് എന്നിവർ മൊഡാലിസം എന്ന മതവിരുദ്ധവാദവുമായി രംഗത്ത് വരികയും അക്കാര്യം സെഫാരിനോസിൻ്റെ ശ്രദ്ധയിൽ പെടുകയും ചെയ്തു. ഒട്ടും വൈകാതെ തന്നെ സെഫാരിനോസ് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ മതവിരുദ്ധവാദത്തെ നിശിതമായി വിമർശിക്കുകയും ഇതിൻ്റെ കെടുതിയിൽ വീഴാതെ കത്തോലിക്ക സഭയെ പ്രതിരോധിക്കുകയും ചെയ്തു. പിന്നീട് വിശുദ്ധ സെഫാരിനോസ് രക്തസാക്ഷിത്വം വരിച്ചതായും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അപ്പിയൻ മാർഗത്തിലുള്ള സെമിത്തേരിയിൽ അടക്കം ചെയ്തതായും പറയപ്പെടുന്നു.